ശ്രീ കെ ജെ ജേക്കബ്, നോക്കൂ, അപ്പോൾ ഗവർണർമാരും പഠിക്കണം ഭരണഘടന എന്നാണ്, അത് പഠിച്ചിട്ടുണ്ട് എന്ന് ആണല്ലോ നമ്മളൊക്കെ കാണുന്നത്, അങ്ങനെയാണല്ലോ കരുതേണ്ടത്. പക്ഷേ ഇതാ ഇപ്പോൾ നോക്കൂ, ഈ തർക്കം എന്തിൻ്റെ സൂചനയാണ്? ഗവർണർ ഒരു രാജ്യത്ത്, ഇത്തരത്തിലൊരു ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ അധിപനായി നിൽക്കുമ്പോൾ അവിടെ ഭരണഘടനയെ കാത്തു സംരക്ഷിക്കുക എന്നതിനപ്പുറം RSS പോലെ ഒരു സംഘടനയുടെ പ്രതീകങ്ങളെ പ്രചരിപ്പിക്കാനുള്ളൊരു വക്താവിനെ പോലെ പെരുമാറുന്നുണ്ട് എന്ന പരാതി ഉണ്ടെങ്കിൽ അതിൽ കുറ്റം പറയാനാകുമോ വി ശിവൻകുട്ടിയെ, അതിനു മുമ്പ് പി പ്രസാദ് എന്ന മിനിസ്റ്ററെ, ഇപ്പോൾ ഡോക്ടർ സമ്പത്തിൻ്റെ വാദങ്ങളെ? ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഡിസ്കോഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞങ്ങളുടെ സൗകര്യം, ഞങ്ങൾ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഡിസ്കോഴ്സിന് സ്കോപ്പില്ല, നമുക്ക് അതിന് മറുപടിയില്ല. എൻ്റെ സൗകര്യം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടിയില്ല. പക്ഷേ സൗകര്യം വീട്ടിലായിരിക്കണം, അവനവൻ്റെ വീട്ടിൽ ആയിരിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം പറഞ്ഞതുപോലെ, BJPയുടെ വക്താവ്, നിങ്ങളുടെ വലതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞതുപോലെ, ഇന്ത്യയിലെ കുറേ മനുഷ്യർ അത് ഭഗവദ്ധ്വജമായിട്ട് കണക്കാക്കാം, അവർക്ക് അഖണ്ഡ ഭാരതം എന്നുള്ള ഒരു സങ്കല്പമുണ്ടാക്കാം, അത് വളരെ പൗരാണികമാണെന്ന് പറയാം. അതിലൊന്നും എനിക്ക് തർക്കമില്ല കേട്ടോ, അതൊക്കെ മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതാണ്, അതൊക്കെ ആലോചിക്കാവുന്നതാണ്. സത്യത്തിൽ ഞാനും വിശ്വസിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും 3 രാജ്യമായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളല്ല. നമ്മൾ ഒരുമിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത കൂട്ടരാണ്. നമുക്കൊരു രാജ്യമായിട്ട് അല്ലെങ്കിൽ കോൺഫെഡറേഷൻ എങ്കിലും ആയിട്ട് ഇരിക്കാവുന്നതേ ഉള്ളതൊക്കെ ഞാനും വിചാരിക്കാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ രാജ്യം 1947 ഓഗസ്റ്റ് 15 ഉണ്ടായതാണ്. അതിൻ്റെ അതിർത്തികൾ, അതിൻ്റെ രൂപം നിശ്ചയിച്ചിരിക്കുന്ന ഭരണഘടനയാണ്. അപ്പം നമ്മുടെ ഏതെങ്കിലും സങ്കല്പം അനുസരിച്ചല്ല നമ്മുടെ അധികാരസ്ഥാനത്തിരിക്കുന്ന ആ ഭരണഘടന ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഗവർണർ. അപ്പോൾ ഗവർണർക്ക് അങ്ങനെ ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്കൊരു സങ്കല്പം പാടില്ല. വ്യക്തി എന്ന നിലയ്ക്ക് ആർക്കും ആ സങ്കല്പങ്ങൾ പറ്റും. വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാം. വഴിയിലിറക്കി മുദ്രാവാക്യം പിടിച്ച കത്തിടിയല്ലേ? അങ്ങനെയല്ലേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച ഒരാളെ ആ കൂട്ടത്തിൽ പാകിസ്ഥാൻ്റെ കൊടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് അകത്തിട്ടില്ലേ? പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ് ഏതൊരു ക്രിക്കറ്റ് കളിയിൽ അവർ ജയിച്ചപ്പോൾ സിന്ദാബാദ് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജമ്മു കാശ്മീരിൽ പിള്ളേരെ പിടിച്ച് അകത്തിട്ടില്ലേ? അപ്പം നമ്മൾ ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു കൃത്യമായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഭരണഘടനയുടെ ഒരു സൃഷ്ടിയാണ് ഗവർണർ. അതിൻ്റെ ഒരു ഓഫീസാണ് ഗവർണർ. അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ആ ഭരണഘടന എന്താണോ അത് പറഞ്ഞേ പറ്റൂ. അതിൽ അദ്ദേഹം അത് വെച്ച് പെരുമാറിയേ പറ്റൂ. ഹുങ്ക് കാണിക്കാം, എനിക്ക് സൗകര്യം പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഹുങ്ക് കാണിക്കാം. അതിപ്പം നമ്മൾ അത് ഭരണഘടനാ ബാഹ്യമായ ഹുങ്കാണ്, അതിനോട് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇത് ഒരു എക്സിക്യൂട്ടീവ് ആക്ഷനോടുകൂടി വരുമ്പോഴാണ് നമുക്ക് അതിൽ ഭരണഘടന ഇടപെടുന്നത്. ഇതേ ഹുങ്ക് കഴിഞ്ഞ ഗവർണർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഹുങ്ക് ഇന്ത്യയിൽ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സൗകര്യമുള്ളപ്പോഴാണ് ഞാൻ ഒപ്പിടുക എന്ന് തമിഴ്നാട്ടിലെ ഗവർണർ പറഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒരു ബില്ലിനെ കൊല്ലുക എന്നുള്ളതാണ്. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് കില്ലിങ് എ ബിൽ എന്ന് തമിഴ്നാട്ടിലെ എനിക്ക് എൻ്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ ഗവർണർ പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? അദ്ദേഹത്തിൻ്റെ ആർഷഭാരത സങ്കല്പം അനുസരിച്ച് അല്ലെങ്കിൽ പൗരാണിക സങ്കല്പം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഗവർണറാണെന്നുള്ള അധികാരം ഉപയോഗിക്കാമെന്ന് നടന്നില്ലല്ലോ. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഒപ്പിടുമെന്ന് പറഞ്ഞ നിയമം അതൊക്കെ ഇപ്പോൾ നിയമമായിരിക്കുകയാണ്. അപ്പോൾ എനിക്കെതിരെ സൗകര്യമുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാം. പക്ഷേ നമ്മുടെ രാജ്യം ഭരണഘടനാപരമായി ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് എന്നുള്ള വസ്തുത സംഘപരിവാറിൻ്റെ തലയിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. അവരുടെ പല ഗവർണർമാർക്കും കയറിയിട്ടില്ല. പലരും വിചാരിക്കുന്നത് അവരുടെ പഴയ മുതലാളിമാരായിരുന്ന ബ്രിട്ടീഷുകാരുടെ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഗവർണർമാരുണ്ട്. ആ ഗവർണർമാർക്കാണ് സർവാധികാരങ്ങളും. ആ ഗവർണർമാരുടെ പ്രീതിക്കനുസരിച്ചാണ് മറ്റു മന്ത്രിമാരുള്ളത്. അതുകൊണ്ടാണ് പണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ബാലഗോപാലിനോട് പറഞ്ഞത്, എൻ്റെ പ്രീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സൗകര്യം പോലെ പറഞ്ഞതായി. എന്തായി? അദ്ദേഹത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഭരണഘടനയോടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കീഴ്വഴക്കങ്ങളോടും ഒരു മിനിമം ബഹുമാനം ഉണ്ടാവുക എന്നുള്ളത് ആർക്കും മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ്, വളരെ ലളിതമായിട്ടാണ് ശ്രീ ശിവൻകുട്ടി അത് ചോദിച്ചത്. ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാരുടെ പടങ്ങൾ വെച്ചാൽ അത് ശരിയാണ്,
അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അത് ഭരണഘടനാപരമായി ശരിയാണോ, നിയമപരമായി ശരിയാണോ എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തല്ലേ ആ ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാൾ മാർക്സിൻ്റെ പടം കൊണ്ടുവന്ന് വെക്കുന്നത് ശരിയല്ല. കാരണം എല്ലാ മനുഷ്യരുടെയുമാണ് ഈ സർക്കാർ. അത് ഭരണഘടനാപരമായ ഒരു പദവിയാണ് മന്ത്രിയുടേത്. എല്ലാ മനുഷ്യർക്കും ബഹുമാനിക്കാവുന്ന കാര്യങ്ങളെ ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള വിശാലമായ ഒരു ജനാധിപത്യ ബോധമാണ് മന്ത്രി അവിടെ പറഞ്ഞത്.